വർക്കിംഗ് ഓഫ് ദി ചെക്ക് പോയിൻറ്റ്സ്, സെൽ സൈക്കിൾ റെഗുലേറ്റേഴ്സ്. സെല്ലിനകത്ത് സെൽ സൈക്കിൾ റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്ന കുറേ കോർ പ്രോട്ടീൻസ് ഉണ്ട്. ഈ കോർ പ്രോട്ടീൻസ് ആണ് ചെക്ക് പോയിൻറ്റ്സിൻ്റെ പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സെഷനിൽ സെൽ സൈക്കിൾ റെഗുലേറ്റേഴ്സ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഏതൊക്കെയാണ്, അവയുടെ വർക്കിംഗ് മെക്കാനിസം എന്തൊക്കെയാണെന്നുള്ളതാണ് മെയിനായിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. The internal and external signals trigger signaling pathways inside the cell that activate or inactivate a set of core proteins that move the cell cycle forward. These core proteins are termed as cell cycle regulators. അപ്പോൾ ഇൻറ്റേർണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടുള്ള ക്യൂസ് അല്ലെങ്കിൽ സിഗ്നൽസിനെ ബേസ് ചെയ്തിട്ട് സെല്ലിനകത്ത് പലതരത്തിലുള്ള സിഗ്നലിംഗ് പാത്വേസ് ഇനീഷ്യേറ്റഡ് ആവും. ഈ സിഗ്നലിംഗ് പാത്വേസ് സെല്ലിനകത്ത് തന്നെയുള്ള ചില പ്രോട്ടീൻസിനെ ആക്ടിവേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇനാക്ടിവേറ്റ് ചെയ്യുകയോ ചെയ്യും. ഈ കോർ പ്രോട്ടീൻസ് ആണ് സെൽ സൈക്കിളിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ് അല്ലെങ്കിൽ ചെക്ക് പോയിൻറ്റ്സിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പ്രോട്ടീൻസിന് വിളിക്കുന്ന പേരാണ് സെൽ സൈക്കിൾ റെഗുലേറ്റേഴ്സ്. അപ്പോൾ അവയ്ക്ക് സെൽ സൈക്കിളിനെ അല്ലെങ്കിൽ സെൽ സൈക്കിൾ ചെക്ക് പോയിൻറ്റ്സിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് ബേസ്ഡ് ഓൺ ദ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സിഗ്നൽസ്. അപ്പോൾ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ സിഗ്നൽസ് സെൽ സൈക്കിൾ റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞ കോർ പ്രോട്ടീൻസിനെ ആക്ടിവേറ്റ് ചെയ്യിക്കും. ഈ സെൽ സൈക്കിൾ റെഗുലേറ്റേഴ്സ് സെൽ സൈക്കിളിനെ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യും. അതായത് ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഡിസിഷൻ അവിടെ എടുക്കും. ഓരോ ചെക്ക് പോയിൻറ്റും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. The most important core cell cycle regulators are cyclins, they are proteins, then enzymes, CDKs, cyclin dependent kinases, then enzyme complex, anaphase promoting complex or cyclosome, APC/C. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൽ സൈക്കിൾ റെഗുലേറ്റേഴ്സ് ആണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുറേ പ്രോട്ടീൻസ് ഉണ്ട്, ആ പ്രോട്ടീൻസിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിൻസ്. ഇനി കുറേ എൻസൈംസ് ഉണ്ട്, ആ എൻസൈംസിന് പറയുന്ന പേരാണ് സൈക്ലിൻ ഡിപ്പെൻഡൻറ്റ് കൈനേസസ്, CDKs. പിന്നെ ഉള്ളത് എൻസൈം കോംപ്ലക്സ് ആണ്, APC/C, അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സ് ഓർ സൈക്ലോസോം. അപ്പോൾ ഇനി വരാൻ പോകുന്ന സെഷനിൽ ഈ 3 കാറ്റഗറി എന്താണ്, അതിൻ്റെ മെക്കാനിസംസ് ഏതൊക്കെയാണെന്നുള്ളത് അനലൈസ് ചെയ്യും. അവ എങ്ങനെയാണ് സെൽ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ആദ്യമേ നമുക്ക് സൈക്ലിൻസ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. Cyclins are group of related proteins and there are 4 basic types. G1 cyclins, G1S cyclins, S cyclins, then M cyclins. അപ്പം 4 തരത്തിലുള്ള സൈക്ലിൻസ് ആണുള്ളത്. G1 cyclins, G1S cyclins, S cyclins ആൻഡ് M cyclins. ഇപ്പോൾ സൈക്കിളിൻ്റെ എക്സ്പ്രഷൻ സൈക്കിൾ ആണ് ഇവിടെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ദ ഡയഗ്രാം ഷോസ് ദ സൈക്ലിൻ expression cycle. This is a graph showing how concentrations of the various cyclins change in a cell over the course of cell cycle. ഇപ്പോൾ സെൽ സൈക്കിളിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ നമ്മൾ മെൻഷൻ ചെയ്ത ഓരോ സൈക്ലിൻസും എങ്ങനെയാണ് അതിൻ്റെ കോൺസെൻട്രേഷനിൽ വേരിയേഷൻ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് സൈക്ലിൻ എക്സ്പ്രഷൻ സൈക്കിൾ എന്ന് പറയുന്ന ഈ ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് സൈക്ലിൻ, G1 സൈക്ലിൻ, അതിൻ്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് G1 ഫേസിലാണ്. G1 ഫേസിൽ അത് പ്രൊഡ്യൂസ് ചെയ്ത അതിൻ്റെ പീക്ക് എന്ന് പറയുന്നത് എസ് ഫേസിലേക്ക് അല്ലെങ്കിൽ G1S ഫേസിലേക്ക് ആകുമ്പോൾ അതിൻ്റെ പീക്കിലെത്തും. പിന്നീട് G2 ഫേസ് ആകുമ്പോഴേക്കിന് അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയാൻ തുടങ്ങും. ഫൈനലായിട്ട് M ഫേസിൽ വരുമ്പോൾ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാകും. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് G1 ഫേസിനെ കൺട്രോൾ ചെയ്യുക, പിന്നെ S ഫേസിനെ കൺട്രോൾ ചെയ്യുക. G2 ഫേസിലും അതിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, M ഫേസിലാണ് ഇതിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒട്ടും ഇല്ലാത്തത്. അപ്പോൾ അതാണ് G1 സൈക്കിളിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി G1S സൈക്ലിനാണ്.
G1 S സൈക്കിളിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് G1 ഫേസിൻ്റെ ഏറ്റവും ലേറ്റർ സ്റ്റേജുകളിലാണ്. എന്നിട്ട് അത് G1 S എന്ന് പറയുന്ന ട്രാൻസിഷൻ സ്റ്റേജിൽ അത് പീക്കിലെത്തും. അതിന് കോൺസെൻട്രേഷൻ ഏറ്റവും മാക്സിമം വരുന്നത് G1 S ട്രാൻസിഷൻ സോണിലാണ്. പിന്നീട് എസ് ഫേസിൻ്റെ മിഡിൽ പോർഷനിലേക്ക് ആകുമ്പോഴേക്കിന് അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയും. ഇനി അടുത്താണ് എസ് സൈക്ലിൻ. എസ് സൈക്ലിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് G1 ഫേസിൻ്റെ ലേറ്റർ സ്റ്റേജസിലാണ്. പിന്നീട് അത് പീക്കിലെത്തുന്നത് എസ് ഫേസ് കംപ്ലീറ്റ് ചെയ്ത് G2 ഫേസിലേക്ക് പോകുമ്പോഴാണ്. ഇനി G2 ഫേസ് കംപ്ലീറ്റ് ചെയ്ത് എം ഫേസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരുമ്പോഴേക്കിന് ഈ എസ് സൈക്കിളിൻ്റെ കോൺസെൻട്രേഷൻ കുറയും. ഇനിയുള്ളത് എം സൈക്കിളിനാണ്. എം സൈക്കിളിൻ്റെ പ്രൊഡക്ഷൻ എസ് ഫേസിൻ്റെ ഫസ്റ്റ് സ്റ്റേജസിൽ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ പീക്കിലെത്തുന്നത് G2 M ട്രാൻസിഷൻ സോണിലാണ്. അതുപോലെ തന്നെ എം ഫേസിൽ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജും അതുപോലെ തന്നെ മിഡിൽ പോർഷനിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പീക്ക് പിന്നെ ഡ്രോപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയും. അപ്പം എം സൈക്കിളിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കൂടുതലും G2 ഫേസിലും എം ഫേസിലുമായിട്ട് ഓവർലാപ്പ് ചെയ്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പർട്ടിക്കുലർ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ സൈക്കിളിൻ്റെയും മെക്കാനിസം അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളത് ഏകദേശം മനസ്സിലാക്കി എടുക്കാം. അപ്പം ചില സൈക്ലിൻസ് വളരെ ഓവർലാപ്പ് ചെയ്യുന്നതാണ്. അത് പല ഫേസസിലും അതിൻ്റെ ഇൻഫ്ലുവൻസ് കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ G1 സൈക്ലിന് അത് G1 ഫേസിലുണ്ട്, എസ് ഫേസിലുണ്ട്, G2 ഫേസിലുണ്ട്. എക്സ്ക്ലൂസീവായിട്ടുള്ള ചില ടൈപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ G1 S സൈക്ലിൻ അതിൻ്റെ ഏറ്റവും മാക്സിമം കോൺസെൻട്രേഷനും അതിൻ്റെ ആക്ടിവിറ്റിയും കൂടുതൽ വരുന്നത് G1 S ട്രാൻസിഷൻ സോണിലാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ സൈക്ലിൻ എക്സ്പ്രഷൻ സൈക്കിൾ എന്ന് പറയുന്ന ഡയഗ്രാം കൊണ്ട് ഡെപ്പിക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് കാറ്റഗറി സെൽ സൈക്കിൾ റെഗുലേറ്റേഴ്സ് ആണ് cyclin dependent kinases. In order to drive the cell cycle forward, a cyclin must activate or inactivate many target proteins inside of the cell. അപ്പോൾ സെല്ലിനകത്ത് സെൽ സൈക്കിളിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ ഒരു സൈക്കിളിന് സെല്ലിനകത്തുള്ള പലതരത്തിലുള്ള ടാർഗറ്റ് പ്രോട്ടീൻസിനെയും ആക്ടിവേറ്റ് ചെയ്യിക്കണം അല്ലെങ്കിൽ ഇനാക്ടിവേറ്റ് ചെയ്യിക്കണം. അപ്പോൾ ടാർഗറ്റ് പ്രോട്ടീനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയമാണ് സൈക്ലിൻ ഡിപ്പെൻഡൻറ്റ് കൈനേസസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈക്ലിന് ഒറ്റയ്ക്ക് ഈ ടാർഗറ്റ് പ്രോട്ടീൻസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ടാർഗറ്റ് പ്രോട്ടീൻസ് ആക്ടിവേറ്റ് ഇനാക്ടിവേറ്റ് ആയാൽ മാത്രമേ ഉള്ളൂ സെൽ സൈക്കിളിന് മാറ്റം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ സെൽ സൈക്കിൾ കൺട്രോൾഡ് ആകത്തുള്ളൂ. അപ്പോൾ സൈക്ലിൻ്റെയും ടാർഗറ്റ് പ്രോട്ടീൻസിൻ്റെയും ഇടയ്ക്ക് ഇവയെ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മീഡിയം ആയിട്ട് ഒരു ഇൻ്റർകണക്റ്റിംഗ് ഏജൻ്റ് ആയിട്ട് സൈക്ലിൻ ഡിപ്പെൻഡൻറ്റ് കൈനേസസ് എന്ന് പറയുന്ന എൻസൈം ആക്ട് ചെയ്യും. Cyclins drive the events of the cell cycle by interacting with a family of enzymes called cyclin dependent kinases, CDKs. Alone CDK is inactive, but the binding of a cyclin activates it, making it a functional enzyme and allowing it to modify target proteins. അപ്പോൾ CDKയും സൈക്ലിനും എലോൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അവ ഇനാക്റ്റീവ് ആണ്. അവ രണ്ടും കോംപ്ലക്സ് ചെയ്യുമ്പോൾ അതായത് സൈക്ലിൻ CDKയിലേക്ക് ബൈൻഡ് ചെയ്യുമ്പോഴേക്കിന് CDK ആക്ടിവേറ്റഡ് ആകും. അങ്ങനെ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള CDKയ്ക്ക് ടാർഗറ്റ് പ്രോട്ടീൻസിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ടാർഗറ്റ് പ്രോട്ടീൻസ് മോഡിഫൈഡ് ആകുമ്പോൾ സെൽ സൈക്കിളിൽ റെഗുലേഷൻ സംഭവിക്കും. അപ്പോൾ ഈ പ്രോസസ്സിനെ നമുക്കൊരു സ്കീമാറ്റിക് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. സൈക്ലിൻ ആദ്യമേ CDKസുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. സൈക്ലിൻ ബൈൻഡ്സ് വിത്ത് സൈക്ലിൻ ഡിപ്പെൻഡൻറ്റ് കൈനേസസ്. ആ എൻസൈംസുമായിട്ട് ബൈൻഡ് ചെയ്ത് കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഈ കോംപ്ലക്സ് ആണ് ടാർഗറ്റ് പ്രോട്ടീൻസിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ CDK സൈക്ലിൻ ഇൻട്രാക്ഷൻ വിൽ ഇൻ ടേൺ ആക്ടിവേറ്റ്സ് ടാർഗറ്റ് പ്രോട്ടീൻസ്. അപ്പോൾ ടാർഗറ്റ് പ്രോട്ടീൻസ് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ സെൽ സൈക്കിൾ റെഗുലേറ്റഡ് ആവും. അപ്പോൾ ഒന്നും എലോൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട്
ഈ സെൽ സൈക്കിൾ റെഗുലേഷൻ സംഭവിക്കുന്നില്ല. ഇപ്പോൾ സൈക്ലിനും അതുപോലെ തന്നെ CDKയും പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ടാർഗറ്റ് പ്രോട്ടീൻസ് ആക്ടിവേറ്റഡ് ആകുന്നത്. ടാർഗറ്റ് പ്രോട്ടീൻസ് ആക്ടിവേറ്റഡ് ആയാൽ മാത്രമേ ഉള്ളൂ സെൽ സൈക്കിൾ റെഗുലേറ്റഡ് ആകത്തുള്ളൂ. ഓക്കെ, CDKs are kinases, enzymes that phosphorylate or attach phosphate groups to specific target proteins. അപ്പോൾ കൈനേസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. കൈനേസസ് എന്ന് പറയുന്നത് എൻസൈംസ് ആണ്. അവർ ടാർഗറ്റിലേക്ക് ഫോസ്ഫേറ്റ് റെസിഡ്യൂസിനെ ആഡ് ചെയ്യും, ഫോസ്ഫേറ്റ് ടാഗ്സിനെ ആഡ് ചെയ്യും. അപ്പോൾ ഫോസ്ഫോറിലേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന എൻസൈംസ് ആണ് കൈനേസസ്. അപ്പം CDK എന്ന് പറയുന്നത് സൈക്ലിൻ ഡിപ്പെൻഡൻറ്റ് കൈനേസ് ആണ്. അതിൻ്റെ അർത്ഥം സൈക്ലിനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴേക്കിന് ഇതിൻ്റെ കൈനേസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ടിവേറ്റഡ് ആകും. അത് ടാർഗറ്റിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും, ഫോസ്ഫേറ്റ് ടാഗ്സ് ആഡ് ചെയ്യും. The attachment of phosphate group act as a switch, making the target proteins more or less active. അപ്പോൾ കൈനേസിൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ട് ടാർഗറ്റ് പ്രോട്ടീൻസിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുമ്പോൾ അതൊരു സ്വിച്ച് പോലെ ആക്ട് ചെയ്യും. അത് ടാർഗറ്റ് പ്രോട്ടീൻസിനെ ആക്റ്റീവ് ആക്കും അല്ലെങ്കിൽ ലെസ് ആക്റ്റീവ് ആക്കും. അപ്പോൾ ടാർഗറ്റ് പ്രോട്ടീനിനെ ആക്ടിവേറ്റഡ് ആക്കുന്ന അല്ലെങ്കിൽ ടാർഗറ്റ് പ്രോട്ടീനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലുവൻസ് സൈക്ലിൻ ഡിപ്പെൻഡൻറ്റ് കൈനേസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ത്രൂ ഫോസ്ഫോറിലേഷൻ ഓഫ് ദ ടാർഗറ്റ് പ്രോട്ടീൻസ്. When cyclin attaches to a CDK, it has two important effects. ഇപ്പോൾ സൈക്ലിൻ ഡിപ്പെൻഡൻറ്റ് കൈനേസുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിന് രണ്ട് എഫക്ട്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ, ഇറ്റ് ആക്ടിവേറ്റ്സ് ദ CDK ആസ് എ കൈനേസ്. അപ്പോൾ സൈക്ലിൻ അറ്റാച്ച് ചെയ്യാത്ത അവസ്ഥയിൽ ഈ CDKയുടെ കൈനേസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആണ്. സൈക്ലിനുമായിട്ട് CDK ബൈൻഡ് ചെയ്യുമ്പോഴേക്കിന് അതിൻ്റെ കൈനേസ് ആക്ടിവിറ്റി ആക്റ്റീവായിട്ട് മാറും. Then also directs the CDK to interact with the target proteins. അപ്പോൾ സൈക്ലിൻ CDK ബൈൻഡിങ് ഈ CDKയുടെ കൈനേസ് ആക്ടിവിറ്റി ഇനീഷ്യേറ്റ് ചെയ്യിക്കും. ഇനി ഈ CDKക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാർഗറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അതിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യാൻ പറ്റും. ടാർഗറ്റ് ഫോസ്ഫോറിലേറ്റഡ് ആകുമ്പോഴേക്കിന് സെൽ സൈക്കിളിൽ റെഗുലേഷൻ സംഭവിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ ഈ ഡയഗ്രാം ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. സിംപ്ലിഫൈഡ് ഡയഗ്രാം ഷോയിങ് ഹൗ സൈക്ലിൻസ് മോഡിഫൈ ആക്ടിവിറ്റി ഓഫ് CDKs. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം അവിടെ സൈക്ലിൻ ഇല്ലാത്ത അവസ്ഥയാണ്, റൈറ്റ് സൈഡിലുള്ളത് സൈക്ലിൻ ഉള്ള അവസ്ഥയാണ്. അപ്പം സൈക്ലിൻ ഇല്ലാത്ത അവസ്ഥയിൽ CDK എന്ന് പറയുന്നത് സൈക്ലിൻ ഡിപ്പെൻഡൻറ്റ് കൈനേസ് എന്ന് പറയുന്ന എൻസൈംസ് ഇനാക്റ്റീവ് ആണ്. അപ്പോൾ ഈ CDKയെ ഇൻട്രാക്ട് ചെയ്യുന്ന ടാർഗറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടാർഗറ്റ് 1, ടാർഗറ്റ് 2, ടാർഗറ്റ് 3. അപ്പോൾ CDK സൈക്ലിനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല, സൈക്ലിൻ ആബ്സെൻ്റ് ആണ് സെല്ലിൽ. അപ്പോൾ ഈ ടാർഗറ്റും ഇനാക്റ്റീവ് ആണ്. അതിൻ്റെ അർത്ഥം ഈ ടാർഗറ്റ് കൺട്രോൾ ചെയ്യുന്ന ആ പർട്ടിക്കുലർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓഫായിരിക്കും. ഇപ്പോൾ ഇവിടെ G1S സൈക്ലിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന CDKയുടെ ഫങ്ഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ടാർഗറ്റ്സ് എന്ന് പറയുന്നത് S ഫേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടാർഗറ്റ്സ് ആണ്. അപ്പോൾ ആ ടാർഗറ്റ്സ് ഇനാക്റ്റീവ് ആകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? S phase factors are off. That means S phase will not occur. എങ്ങനെയാണോ സംഭവിക്കേണ്ടത് അതുപോലെ S phase സംഭവിക്കില്ല. ഇനി സൈക്ലിൻ ഉണ്ടെന്ന് വിചാരിക്കുക, അതായത് G1S സൈക്ലിൻ ഈ സെല്ലിനകത്ത് പ്രസൻ്റ് ആണെന്ന് വിചാരിക്കുക. അത് എന്ത് ചെയ്യും? G1S സൈക്ലിൻ വിൽ ബൈൻഡ് വിത്ത് ദ സൈക്ലിൻ ഡിപ്പെൻഡൻറ്റ് കൈനേസസ്. അപ്പോൾ ദിസ് ബൈൻഡിങ് വിൽ ഇൻഡ്യൂസ് ദ കൈനേസ് ആക്ടിവിറ്റി ഓഫ് ദ CDK. അപ്പോൾ CDK ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഫോസ്ഫോറിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ടാർഗറ്റ് 1, ടാർഗറ്റ് 2, ടാർഗറ്റ് 3 അത് മൂന്നും ഫോസ്ഫോറിലേറ്റഡ് ആവും. ഈ ടാർഗറ്റ് എല്ലാം ഫോസ്ഫോറിലേറ്റഡ് ആകുമ്പോൾ അവ ആക്ടിവേറ്റഡ് ആയി. അതിൻ്റെ അർത്ഥം ഈ ടാർഗറ്റ്സ് കൺട്രോൾ ചെയ്യുന്ന S phase എന്ന് പറയുന്നത് ഇനീഷ്യേറ്റഡ് ആവും. S phase ബിഗിൻസ്. S phaseലുള്ള മേജർ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? DNA റിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ DNA റിപ്ലിക്കേഷനുള്ള എൻസൈംസ് എല്ലാം ആക്ടിവേറ്റഡ് ആകും.
DNA replication പ്രോസസ്സ് നടക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡയഗ്രാം ഉപയോഗിച്ച് നിങ്ങൾക്ക് സൈക്ലിൻ ഡിപ്പെൻഡൻറ്റ് കൈനേസും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത കാറ്റഗറിയാണ് മച്ചുറേഷൻ പ്രൊമോട്ടിംഗ് ഫാക്ടർ MPF. The MPF complexes add phosphate tags to several different proteins in nuclear envelope, resulting in its breakdown, a key event in the early M phase. അപ്പോൾ MPF എന്ന് പറയുന്നത് സൈക്ലിനും അതുപോലെ തന്നെ CDKയും തമ്മിലുണ്ടാകുന്ന ഒരു കോംപ്ലക്സ് ആണ്. ഈ കോംപ്ലക്സ് പലതരത്തിലുള്ള ടാർഗറ്റ് പ്രോട്ടീൻസിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. മിക്കവാറും ന്യൂക്ലിയർ എൻവലപ്പിൻ്റെ ബ്രേക്ക് ഡൗണിന് കാരണമാകുന്ന ടാർഗറ്റ്സിനെയാണ് ഇത് ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂക്ലിയർ എൻവലപ്പ് ബ്രേക്ക് ഡൗൺ ചെയ്യും, അതിൻ്റെ അർത്ഥം M ഫേസ് ഇനിഷ്യേറ്റഡ് ആകും. അപ്പോൾ മച്ചുറേഷൻ പ്രൊമോട്ടിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ M ഫേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൈക്ലിൻ CDK കോംപ്ലക്സ് ആണ്. The MPF also activate targets that promote chromosome condensation and other M phase events. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ M ഫേസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സൈക്ലിൻ CDK കോംപ്ലക്സ് ആണ് MPF എന്ന് പറയുന്നത്. അത് ന്യൂക്ലിയർ എൻവലപ്പിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും, അതുപോലെ തന്നെ ക്രോമസോമിൻ്റെ കണ്ടൻസേഷന് കാരണമാകും, അതുപോലെ തന്നെ M ഫേസിലുള്ള മറ്റ് ഇവൻസിനെ എല്ലാം റെഗുലേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇൻവോൾവ് ആയിരിക്കുന്ന സൈക്ലിൻ എന്ന് പറയുന്നത് M ഫേസിനെ കൺട്രോൾ ചെയ്യുന്ന സൈക്ലിൻ എന്ന് പറയുന്നത് ഏതാണ്? M സൈക്ലിൻ ആണ്. അപ്പോൾ M സൈക്ലിൻ പ്രസൻ്റ് ആയിരിക്കുമ്പോൾ M സൈക്ലിൻ CDKയുമായിട്ട് ചേർന്ന് ഒരു കോംപ്ലക്സ് ഉണ്ടാവും. ആ കോംപ്ലക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മച്ചുറേഷൻ പ്രൊമോട്ടിംഗ് ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഈ മച്ചുറേഷൻ പ്രൊമോട്ടിംഗ് ഫാക്ടർ സെല്ലിനകത്ത് എക്സിസ്റ്റ് ചെയ്യുമ്പോഴേക്കിന് ന്യൂക്ലിയർ എൻവലപ്പിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന, അതുപോലെ തന്നെ ക്രോമസോം കണ്ടൻസേഷന് കാരണമാകുന്ന പലതരത്തിലുള്ള ടാർഗറ്റ്സ്, ആ ടാർഗറ്റ്സ് ഫോസ്ഫോറിലേറ്റഡ് ആവും. ടാർഗറ്റ് 1, ടാർഗറ്റ് 2, ടാർഗറ്റ് 3 ഇതെല്ലാം M ഫേസിനെ കൺട്രോൾ ചെയ്യുന്ന ടാർഗറ്റ്സ് ആണ്. ആ ടാർഗറ്റ്സ് എല്ലാം ഫോസ്ഫോറിലേറ്റഡ് ആയി, അതിൻ്റെ അർത്ഥം അവ ആക്ടിവേറ്റഡ് ആയി M ഫേസ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. സ്പിൻഡിൽ ഫോംസ്, ക്രോമസോം കണ്ടൻസസ്, ദെൻ ന്യൂക്ലിയർ മെംബ്രെയിൻ ബ്രേക്സ് ഡൗൺ. അപ്പോൾ ഇവിടെ ആ ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ അല്ലെങ്കിൽ എൻവലപ്പിൻ്റെ ബ്രേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് M സൈക്ലിൻ CDKയുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഈ ടാർഗറ്റ്സ് ഉള്ളത്, അതായത് ഫോസ്ഫേറ്റിനെ ഇവിടെ കാണാം. ആ ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യുന്ന ടാർഗറ്റ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ എൻവലപ്പിലുള്ള ഈ കാണിച്ചിരിക്കുന്ന അതിൻ്റെ പെരിഫറിയിലുള്ള ടാർഗറ്റ്സിനെയാണ്. അപ്പോൾ അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴേക്കിന് ആ ന്യൂക്ലിയർ എൻവലപ്പിന് ബ്രേക്കേജ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ മച്ചുറേഷൻ പ്രൊമോട്ടിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് M സൈക്ലിനും CDKയും തമ്മിലുണ്ടാകുന്ന ഒരു കോംപ്ലക്സ് ആണ്. അതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എവിടെയാണ് ഉള്ളത്? M ഫേസിലാണ് ഉള്ളത്. M ഫേസിൽ നടക്കേണ്ട കീ ഇവൻറ്റ്സ് ആയിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിൻ ബ്രേക്ക് ഡൗൺ, അതുപോലെ തന്നെ ക്രോമസോം കണ്ടൻസേഷൻ, സ്പിൻഡിൽ ഫോർമേഷൻ, ഇത് എല്ലാം ഈ പറഞ്ഞ M സൈക്ലിൻ CDK കോംപ്ലക്സ് മച്ചുറേഷൻ പ്രൊമോട്ടിംഗ് ഫാക്ടറിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് നടക്കും. അതായത് അവ ആക്ടിവേറ്റ് ചെയ്യുന്ന ടാർഗറ്റ്സ് ഈ പ്രോസസ്സുകളെല്ലാം ക്യാരി ഔട്ട് ചെയ്യും. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൽ സൈക്കിൾ റെഗുലേറ്റർ ആണ് ദ അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സ് or cyclosome APC/C. In addition to driving the events of M phase, MPF also triggers its own destruction by activating the anaphase promoting complex or cyclosome APC/C. അപ്പോൾ ഈ MPFൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? M ഫേസിൻ്റെ ഇവൻറ്റ്സിനെ എല്ലാം കൺട്രോൾ ചെയ്യുക. അതുകൂടാതെ തന്നെ ഈ M ഫേസിൽ നിന്ന് സെല്ല് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്, അതായത് ഡിവൈഡ് ചെയ്തതിന് ശേഷം അടുത്ത G1 ഫേസിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആ സിഗ്നലും MPFന് കൊടുക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അതായത് ഈ MPF സ്വന്തമായിട്ട് അല്ലെങ്കിൽ അത് തന്നെ ഡിസ്ട്രക്റ്റഡ് ആയി പോയി കഴിഞ്ഞാൽ M ഫേസ് എന്ന് പറയുന്നത് കംപ്ലീറ്റഡ് ആവും, സെല്ല് M ഫേസിൽ നിന്ന് G1 ഫേസിലേക്ക് പോകും. അപ്പോൾ ഈ പ്രോസസ്സ് ആക്ച്വലി
ഈ MPF ക്യാരി ഔട്ട് ചെയ്യുന്നത് വേറെ ഒരു കോർ പ്രോട്ടീൻ്റെ ആക്ടിവിറ്റിയുടെ ഫലമായിട്ടാണ്. ഒരു പ്രോട്ടീൻ കോംപ്ലക്സിൻ്റെ ആക്ടിവിറ്റിയുടെ ഫലമായിട്ടാണ്. ആ പ്രോട്ടീൻ കോംപ്ലക്സിന് പറയുന്ന പേരാണ് അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സ് ഓർ സൈക്ലോസോം, APC/C. ഇതൊരു പ്രോട്ടീൻ കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞു. ദാറ്റ് കോസസ് M സൈക്ലിൻസ് ടു ബി ഡിസ്ട്രോയിഡ് സ്റ്റാർട്ടിങ് ഇൻ അനാഫേസ്. അപ്പം ഇത് M സൈക്ലിനെ ഡിസ്ട്രോയ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ M ഫേസ് എന്ന് പറയുന്നത് കംപ്ലീറ്റഡ് ആയി. M ഫേസിൽ നിന്ന് സെല്ല് G1ലേക്ക് മൂവ് ചെയ്യും. ഇപ്പോൾ ഇവിടെ APC/C കാണിച്ചിട്ടുണ്ട്. ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് ആണ് ഇത്. M സൈക്ലിൻ്റെ ഡിസ്ട്രക്ഷന് കാരണമാകും. The destruction of M cyclins pushes the cell out of mitosis, allowing the new daughter cells to enter G1. അപ്പോൾ M സൈക്ലിൻ നശിച്ചു പോയി കഴിഞ്ഞാൽ ആ സെല്ല് മൈറ്റോസിസിൽ നിന്ന് പുറത്തു വരും. അതായത് മൈറ്റോസിസ് കംപ്ലീറ്റഡ് ആവും, പുതിയ ഡോട്ടർ സെൽസ് ഉണ്ടായി. ആ ഡോട്ടർ സെൽസ് എല്ലാം G1 ഫേസിലേക്ക് പോകും. The APC/C also causes destruction of the proteins that hold the sister chromatids together, allowing them to separate in anaphase and move to opposite poles of the cell. അതായത് M ഫേസിൻ്റെ അനാഫേസിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ജോയിൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് ആ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റഡ് ആകുന്നു. അപ്പോൾ സിസ്റ്റർ ക്രൊമാറ്റിഡ്സിനെ ജോയിൻ ചെയ്ത് നിർത്തുന്ന, അവയെ അടുപ്പിച്ച് ചേർത്ത് നിർത്തുന്ന പ്രോട്ടീൻസിനെ ഡിസ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവ സെപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ APC/C ആണ് ഈ സിസ്റ്റർ ക്രൊമാറ്റിഡ്സിനെ ഒരുമിച്ച് ചേർത്ത് നിർത്തിയിരിക്കുന്ന പ്രോട്ടീൻസിൻ്റെ ഡിസ്ട്രക്ഷന് കാരണമാകുന്നത്. ആ പ്രോട്ടീൻസ് ഡിസ്ട്രക്റ്റഡ് ആകുമ്പോഴേക്കിന് സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് പോളിലേക്ക് പോകും. അതിൻ്റെ അർത്ഥം പുതുതായിട്ടുണ്ടാകുന്ന സെൽസിൽ ഈ ക്രോമസോംസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആകും. Like a CDK cyclin dependent kinase, the APC/C is an enzyme, but it has different type of function than CDK. അപ്പോൾ CDK പോലെ തന്നെ APC/C ഒരു എൻസൈം തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ CDK അതിൻ്റെ ടാർഗറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ഫോസ്ഫോറിലേഷൻ വഴിയാണ്. അതായത് ടാർഗറ്റ്സിലേക്ക് ഫോസ്ഫേറ്റ് ടാഗ്സ് ആഡ് ചെയ്താണ് ടാർഗറ്റ്സിനെ CDK ആക്ടിവേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ APC/C അങ്ങനെയല്ല. അത് ടാർഗറ്റ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് യുബിക്വിറ്റിനൈസേഷൻ വഴിയാണ്. അതായത് യുബിക്വിറ്റിൻ എന്ന് പറയുന്ന സ്മോൾ പ്രോട്ടീൻ ടാഗ്സിനെ ടാർഗറ്റ്സിലേക്ക് ആഡ് ചെയ്തിട്ടാണ് അത് ടാർഗറ്റ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. When a target is tagged with ubiquitin, it is sent to the proteasome where it is broken down. അപ്പോൾ സെല്ലിൻ്റെ റീസൈക്കിൾ ബിന്നാണ് പ്രോട്ടിയോസോം എന്ന് പറയുന്നത്. അപ്പോൾ APC/C ഏതെങ്കിലും ഒരു ടാർഗറ്റിനെ യുബിക്വിറ്റിനൈസേഷന് വിധേയമാക്കുമ്പോൾ, അതായത് ആ ടാർഗറ്റിലേക്ക് യുബിക്വിറ്റിൻ ടാഗ്സ് ആഡ് ചെയ്യുമ്പോഴേക്കിന് ആ ടാർഗറ്റ് മറ്റീരിയൽ അത് പ്രോട്ടിയോസോമിലേക്ക് പോകും. അവിടെ വെച്ച് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്രേക്കേജ് സംഭവിക്കുന്നതാണ്, അത് ഡിസ്ട്രക്റ്റഡ് ആവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, APC/Cയുടെ വർക്കിംഗ് ഈ ഡയഗ്രാം ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ക്രോമസോമിനുകളെ സിസ്റ്റർ ക്രൊമാറ്റിഡ്സിനെ M ഫേസിനകത്ത് സിസ്റ്റർ ക്രൊമാറ്റിഡ്സിനെ ഒരുമിച്ച് നിർത്തുന്നത് കൊഹിസിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. കൊഹിസിൻ ഈസ് എ പ്രോട്ടീൻ ദാറ്റ് ഹോൾഡ് ക്രൊമാറ്റിഡ്സ് ടുഗദർ ഡ്യൂറിങ് ദ M ഫേസ്. അപ്പോൾ ഈ കൊഹിസിനെ ഡിസ്ട്രക്റ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ക്രോമസോമൽ സെപ്പറേഷൻ, സിസ്റ്റർ ക്രൊമാറ്റിഡ്സിൻ്റെ സെപ്പറേഷൻ സെൽ സൈക്കിളിൽ സംഭവിക്കത്തുള്ളൂ, M ഫേസിൽ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ ഈ APC/C എങ്ങനെയാണ് ഈ കൊഹിസിനെ നശിപ്പിക്കുന്നത്, അങ്ങനെ സിസ്റ്റർ ക്രൊമാറ്റിഡ്സിനെ സെപ്പറേറ്റ് ആയിട്ടുള്ള പോൾസിലേക്ക് മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് എന്നുള്ളതാണ് ഈ ഡയഗ്രാം കാണിക്കുന്നത്. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ എൻസൈമാണ് സെപ്പറേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് സെപ്പറേസ് കാണാം. സെപ്പറേസ് ആണ് കോഹിസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. പക്ഷേ ഈ സെപ്പറേസ് എന്ന് പറയുന്നത് ഒറിജിനലി ഇറ്റ് ഈസ് ഇനാക്റ്റീവ്.
അത് ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു കോംപ്ലക്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സെക്യൂറിൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ മറ്റീരിയലുമായിട്ട് ഇത് കോംപ്ലക്സ് ചെയ്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ കോംപ്ലക്സ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ സെപ്പറേസിന് ഈ കൊഹിസിനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം കിട്ടില്ല. അപ്പോൾ കൊഹിസിൻ സിസ്റ്റർ ക്രൊമാറ്റിൻസിനെ പരസ്പരം ബന്ധിപ്പിച്ച് തന്നെ നിർത്തും. ഇനി APC/Cയുടെ ടാർഗറ്റാണ് സെക്യൂറിൻ എന്ന് പറയുന്നത്. APC/C എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. യുബിക്വിറ്റിനൈസേഷൻ ആണ്. അത് യുബിക്വിറ്റിൻ ടാഗ്സിനെ അതിൻ്റെ ടാർഗറ്റിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ സെക്യൂറിൻ എന്നുള്ളതാണ് APC/Cയുടെ ടാർഗറ്റ്. അതിലേക്ക് യുബിക്വിറ്റിനെ ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ യുബിക്വിറ്റിനെ നിങ്ങൾക്ക് കാണാം. ഈ യുബിക്വിറ്റിൻ സെക്യൂറിനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ നോക്കുക. വെൻ സെക്യൂറിൻ ഈസ് യുബിക്വിറ്റിനൈസ്ഡ് വിത്ത് ubiquitin tags by APC/C, it will move to proteasome. അതായത് പ്രോട്ടിയോസോമിലേക്ക് പോയി അവിടെ വെച്ച് അത് ബ്രോക്കൺ ഡൗൺ ആവും, അത് നശിച്ച് പോകും. സെല്ലിൻ്റെ റീസൈക്കിൾ ബിൻ പോലെയാണ് പ്രോട്ടിയോസോം. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കിന് നമ്മുടെ സെപ്പറേസ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആവും. സെപ്പറേസ് ഇനാക്റ്റീവ് ആകാനുള്ള കാരണം ഈ സെക്യൂറിൻ്റെ പ്രസൻസ് ആണ്. സെക്യൂറിനെ APC/C യുബിക്വിറ്റിൻ ടാഗ്സ് ആഡ് ചെയ്ത് എങ്ങോട്ട് കൊണ്ടുപോയി? പ്രോട്ടിയോസോമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ സെക്യൂറിൻ നശിച്ചു പോയി. ഇപ്പോൾ സെപ്പറേസ് എന്ന് പറയുന്നത് ഇവിടെ ഇനാക്റ്റീവ് സ്റ്റേറ്റിൽ നിന്ന് എന്തായിട്ട് മാറും? ആക്റ്റീവ് സ്റ്റേറ്റിലേക്ക് മാറും. അപ്പോൾ സെപ്പറേസ് ആക്റ്റീവായി. സെപ്പറേസ് ക്യാൻ നൗ ഇൻട്രാക്ട് വിത്ത് ദ കൊഹിസിൻ. ഇപ്പോൾ കൊഹിസിനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. സെപ്പറേസ് അതിനെ ഡൈജസ്റ്റ് ചെയ്യും. കൊഹിസിനെ ഡൈജസ്റ്റ് ചെയ്ത് ഈ സിസ്റ്റർ ക്രൊമാറ്റിൻസിനെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആ ലിങ്ക് എന്ന് പറയുന്നത് അവിടെ ബ്രോക്കൺ ഡൗൺ ചെയ്യുന്നു. കൊഹിസിൻ ചോപ്ഡ് അപ്പ് ക്രൊമാറ്റിഡ് സെപ്പറേറ്റ്സ്. അപ്പോൾ ഈ കൊഹിസിൻ അവിടെ ഡിസ്ട്രക്റ്റഡ് ആവുന്നു, ക്രോമസോംസ് സെപ്പറേറ്റഡ് ആവുന്നു. അപ്പോൾ ഈ രീതിയിലാണ് APC/Cയുടെ വർക്കിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സൈക്ലിൻ ഡിപ്പെൻഡൻറ്റ് കൈനേസ്, ദെൻ APC/C ഇതിൻ്റെയൊക്കെ വർക്കിംഗ് മെക്കാനിസമാണ് വളരെ ബ്രീഫായിട്ട് ഈ സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തത്.